കനത്ത ചൂടിൽ വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായിരിക്കെ വൈദ്യുതി നിയന്ത്രണം ഉണ്ടായാൽ ഉപഭോക്താക്കളെ നേരിട്ട് അറിയിക്കാൻ KECB പീക്ക് ലോഡ് മാനേജ്മെന്റിന് വേണ്ടി വന്നാൽ ഉപഭോക്താക്കൾക്ക് SMS അയക്കും. 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ പ്രാദേശികമായി വൈദ്യുതി നിയന്ത്രിക്കും എന്നാണ് അറിയിപ്പ്. പീക്ക് മണിക്കൂറുകളിലെ വൈദ്യുതി ഉപയോഗം ക്രമീകരിച്ച് സഹകരിക്കണമെന്ന് KECB അഭ്യർത്ഥിച്ചു. പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ പവർ എക്സ്ചേഞ്ചുകളിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ ഇന്നലെ അനുമതി നൽകിയിരുന്നു. നിരക്കിനേക്കാൾ 50 പൈസ വരെ അധികം നൽകി മെയ് 15 വരെ 250 മെഗാവാട്ട് വരെ വൈദ്യുതി വാങ്ങാനാണ് അനുമതി. ഒരു വശത്ത് വൈദ്യുതി നിയന്ത്രണത്തിന്റെ പേരിൽ ജനങ്ങളുടെ പ്രതിഷേധവും തുടരുകയാണ്. വേനൽ ചൂട് ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗവും പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണോ? കാണാം RDX റാപ്പ്. വൈദ്യുതി നിയന്ത്രണമില്ലാതെ മുന്നോട്ടു പോകാനാകില്ലെന്നും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് സഹകരണമുണ്ടാകണമെന്നും KECB അഭ്യർത്ഥിച്ചു. മുൻകൂട്ടി പ്രഖ്യാപനമില്ലാതെ പലയിടങ്ങളിലും വൈദ്യുതി മുടങ്ങിയതിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടാകുന്നത്. ഇതിനിടെയാണ് സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്നുള്ള KECBയുടെ അറിയിപ്പ്. പീക്ക് ലോഡ് മാനേജ്മെന്റ് രീതിയിൽ വൈദ്യുതി ഉപഭോഗം നിയന്ത്രിക്കാനാണ് KECB തീരുമാനിച്ചത്. ലോഡ് വർദ്ധിക്കുന്ന സമയത്ത് 15 മുതൽ അരമണിക്കൂർ വരെയാണ് നിയന്ത്രണങ്ങൾ ഉണ്ടാകുക. ലോഡ് കൂടുന്നതിനനുസരിച്ച് പ്രാദേശികമായി KECB നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. ഈ സമയം ഉപഭോക്താക്കളെ SMS വഴി വിവരമറിയിക്കാമെന്നും KECB അറിയിച്ചിട്ടുണ്ട്. വൈദ്യുതി ഉപഭോഗം താങ്ങാനാകാതെ ട്രാൻസ്ഫോമറുകൾ തകരാറിലായാൽ ഉടൻ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കും. ദീർഘകാല പദ്ധതിയുടെ ഭാഗമായി ഏകദേശം 7000 പുതിയ ട്രാൻസ്ഫോമറുകൾ KECB സജ്ജമാക്കിയിട്ടുണ്ട്. പമ്പ് സെറ്റ്, ഇൻഡക്ഷൻ സ്റ്റൗ, വാട്ടർ ഹീറ്റർ, ഇസ്തിരിപ്പെട്ടി, വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഉപകരണങ്ങളുടെ ഉപയോഗവും വൈദ്യുതി വാഹന ചാർജിങ്ങും 6 മണിക്ക് ശേഷം ഒഴിവാക്കണമെന്നും KECB അഭ്യർത്ഥിച്ചിട്ടുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. ഇത് സംബന്ധിയായ ചില ഡേറ്റകൾ കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് റെക്കോർഡ് വൈദ്യുതി ഉപഭോഗം എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ 18 പീക്ക് സമയ വൈദ്യുതി ഉപയോഗം 117.16 ദശലക്ഷം യൂണിറ്റ് എന്ന സർവകാല റെക്കോർഡിലെത്തി. വൈകിട്ട് 6-നും 10-നും ഇടയിലെ വൈദ്യുതി ഉപഭോഗവും 6033 മെഗാവാട്ട് എന്ന റെക്കോർഡിലേക്ക് ഉയർന്നു. ഏപ്രിൽ 23 രാത്രി 10:30 1 മിനിറ്റ് നേരം 6195 മെഗാവാട്ട് വരെ വൈദ്യുതി ആവശ്യകത കൂടിയിരുന്നു. വൈദ്യുതിയുടെ ഉപഭോഗ ഭാരം താങ്ങാനാകാതെ കഴിഞ്ഞ 2 മാസത്തിൽ കേരളത്തിൽ കത്തിയത് 222 ട്രാൻസ്ഫോമറുകൾ. ഇതിൽ 129 എണ്ണവും കത്തിയത് ഏപ്രിൽ മാസത്തിൽ എന്നാണ് കണക്കുകൾ. അണക്കെട്ടുകളിലെ ജലനിരപ്പ് 30% താഴ്ന്നതും വൈദ്യുതി ഉൽപ്പാദനത്തെ ബാധിക്കുന്നുണ്ട്. നിലവിലെ താത്കാലിക പ്രതിസന്ധി തരണം ചെയ്യാൻ വൈദ്യുതി ബോർഡ് നിരവധി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വൈകുന്നേരം 6-നും രാത്രി 11-നും ഇടയിൽ വൈദ്യുതി ഉപയോഗം പരമാവധി കുറച്ച് സഹകരിക്കണം എന്നാണ് അഭ്യർത്ഥന. വൈദ്യുതി വാഹന ചാർജിംഗ് വൈകുന്നേരം 6 മണിക്ക് ശേഷം ഒഴിവാക്കി ക്രമീകരിക്കണം. AC-യുടെ താപനില 24 മുതൽ 26 ഡിഗ്രി സെൽഷ്യസിൽ ക്രമീകരിക്കണം. അത്യാവശ്യമല്ലാത്ത ലൈറ്റുകളും മറ്റു ഉപകരണങ്ങളും ഓഫ് ചെയ്ത് സഹകരിക്കണം. ഉയർന്ന വൈദ്യുതി ബില്ല് ഒഴിവാക്കാനും ക്രമീകരണങ്ങൾ ഉപകരിക്കുമെന്നും KECB അറിയിക്കുന്നു. മറ്റൊന്ന്, രാജ്യത്താകെ ഈ വൈദ്യുതി ഉപഭോഗത്തിൽ വർധനയുണ്ട് എന്നുള്ളതാണ് വസ്തുത. ചൂട് വർദ്ധിച്ചതോടെ രാജ്യത്താകെ റെക്കോർഡ് വൈദ്യുതി ഉപഭോഗമാണ് കഴിഞ്ഞ ശനിയാഴ്ച രേഖപ്പെടുത്തിയത്. 256.11 ഗിഗാവാട്ട് യൂണിറ്റിന്റെ റെക്കോർഡ് വൈദ്യുതി ഉപഭോഗമാണ് ഏപ്രിൽ 25 രാജ്യത്തുണ്ടായത്. ഉപഭോഗം വർദ്ധിച്ചതോടെ വിവിധ സംസ്ഥാനങ്ങൾ വൈദ്യുതി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നുമുണ്ട്. പഞ്ചാബിൽ പ്രതിദിനം 4 മണിക്കൂർ വരെ വൈദ്യുതി നിയന്ത്രണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിൽ നിയന്ത്രണം 8 മുതൽ 10 മണിക്കൂർ വരെ ഉയർന്നത് വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. മഹാരാഷ്ട്രയിലും വ്യാപകമായി പവർ കട്ടും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുന്നുണ്ട്. മറ്റൊന്ന്, ട്രാൻസ്ഫോമറുകൾ അമിതമായി ചൂടാകുന്നത് തടയാൻ എയർ കൂളറുകൾ സ്ഥാപിക്കാനും മഹാരാഷ്ട്ര വൈദ്യുത ബോർഡ് തീരുമാനിച്ചു. ഡൽഹി, ഹരിയാന, ഛത്തീസ്ഗഡ്, UP, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും വിവിധ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു ഡേറ്റകൾ. പക്ഷേ വസ്തുത എന്തെന്നാൽ നിലവിൽ കറണ്ട് പോകുന്നുണ്ട്, കൃത്യമായും കറണ്ട് പോകുന്നുണ്ട്. അതെ, നിശ്ചിത സമയത്തിൽ. താങ്കൾക്ക് തോന്നുന്നു? അല്ല, ഇത് വസ്തുതയാണല്ലോ. നമുക്ക് മുന്നിൽ കറണ്ട് പോകുന്നുണ്ട്, നമ്മൾ വിയർത്തൊലിക്കുന്നുണ്ട്, ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്താണ് സാഹചര്യം എന്നുള്ളത്, അതായത് പ്രതിപക്ഷവും ഭരണപക്ഷവും പറയുന്നതിനിടയിലാണ് യഥാർത്ഥത്തിൽ വസ്തുത നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. ആ വസ്തുതകളിലൂടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ പോവേണ്ടത്. കാരണം സാധാരണ ഈ കാര്യങ്ങളൊക്കെ KECBക്ക് അറിയാത്തതല്ല. അതായത് ഓരോ വർഷവും എത്രയധികം വൈദ്യുതി ഉപഭോഗമാണ് വർദ്ധിക്കുക എന്നതിനെക്കുറിച്ചൊക്കെ KECBക്ക് കൃത്യമായ ധാരണയുണ്ട്. ഒരു 5%, 6% പരമാവധി വർദ്ധിച്ചാലായി മുൻ വർഷത്തേക്കാൾ. പക്ഷേ ഇത്തവണ സാഹചര്യം മാറി. ഇത്തവണ അത് 15% മേലാണ് വർദ്ധിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. കണക്കുകൾ സൂചിപ്പിക്കുന്നതും അതാണ്.
അതൊരു അസ്വാഭാവികമായ അസാധാരണമായ സാഹചര്യമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം. ഒന്ന്, ചൂട് സഹിക്കാനാവാത്ത ചൂടിനെ നേരിടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആളുകൾ നടത്തി എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഈ പീക്ക് അവേഴ്സിലാണല്ലോ ഈ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗം ഉണ്ടാകുന്നത്. ആ സമയത്ത് തന്നെയാണ് ഈ പറഞ്ഞ ലോഡ് ഷെഡിങ് ഉണ്ടാകുന്നത്, ഈ വൈദ്യുതി ഇല്ലാതെ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്നത് ആ സമയത്തെ ഉപഭോഗം കൂടാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ചൂടാണ്. 2, ഇവിടുത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്ഷൻ കുറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞിരിക്കുന്നു മിക്കവാറും ഡാമുകളിൽ. അതുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ഇതിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ അളവ് വല്ലാതെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു കാരണം. മറ്റൊന്നെന്താണ്, നമുക്ക് പ്രതീക്ഷിക്കാതെ വന്ന യുദ്ധം. ഈ യുദ്ധം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സാഹചര്യമാണ്. അതോടെ പശ്ചിമേഷ്യയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഊർജ്ജ ലഭ്യത ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഊർജം കുറഞ്ഞു എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് വീടുകളിൽ പ്രതിഫലിക്കുക, നമ്മുടെ ഊർജ്ജ ഉപഭോഗത്തിൽ എങ്ങനെയാണത് പ്രതിഫലിക്കുക എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പാചകം ഏതാണ്ട് പകുതിക്കടുത്ത് നമ്മൾ ഇലക്ട്രിക് കുക്കറുകളിലേക്ക് ഒക്കെ മാറ്റി. അപ്പോൾ അത്തരം ഒരു സംവിധാനം കൂടി ഇതിന് സമാന്തരമായി പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ വൈദ്യുതിയുടെ ഉപഭോഗം വർദ്ധിക്കും. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ഒറ്റ വർഷം ഒരു കുതിച്ചുചാട്ടം. അതായത് വൈദ്യുതി ബോർഡിൻ്റെ ഒരു കണക്ക് കൂട്ടലിനപ്പുറത്ത് അവരൊരു 8% ഓരോ വർഷവും വർദ്ധിക്കുന്നതായി വർദ്ധിക്കുന്നതായി കണക്ക് കൂട്ടുകയല്ല, ഒരു 5% വർദ്ധിക്കുന്നതായി കണക്ക് കൂട്ടും. 8% വരെ അങ്ങനെ വർദ്ധിച്ചാൽ അതിനുള്ള കരുതൽ നടപടികൾ അവർ സ്വീകരിക്കും. ഇതിപ്പോൾ ഒരു 15% ഇത് പോയി. മാത്രമല്ല, ഇതെന്താ വേറൊരു കാര്യം സംഭവിക്കുന്നത്, ഈ രാജ്യമെമ്പാടും ഇങ്ങനെ ചൂട് കൂടിയിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അപൂർവം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും കാശ്മീരിലും ഒക്കെ ഒഴികെ. ഇവിടെയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ മൊത്തം നോക്കിയാൽ ഊട്ടിയിലും കൊടൈക്കനാലിലും ഒഴികെ എല്ലായിടത്തും ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് പൊതുവെ വൈദ്യുതി ഉപഭോഗം എല്ലായിടത്തും വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോൺട്രാക്റ്റ് അവസാനിച്ചിരിക്കുന്നത്, അതൊരു വാസ്തവമാണ് ഈ പറയുന്നത്. ആ കോൺട്രാക്റ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഈ അടിയന്തര സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു സാഹചര്യം ഇവിടെ വേനൽക്കാലത്ത് ഉണ്ടാകുമ്പോൾ മഴക്കാലത്ത് തിരിച്ചു കൊടുക്കാമെന്നുള്ള കരാറ് പഞ്ചാബുമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ കരാറ് നമുക്ക് പാലിച്ചു പോകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ പോയി. ഇപ്പം നമുക്ക് അങ്ങനെ സപ്ലൈ ചെയ്യാവുന്ന അവസ്ഥ, മഴക്കാലത്ത് അങ്ങോട്ട് കൊടുക്കാം എന്ന് പറഞ്ഞാൽ പോലും വേനൽക്കാലത്ത് ഇങ്ങോട്ട് കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. വില കൂടുതൽ കൊടുത്താലും വൈദ്യുതി കിട്ടാനില്ല എന്നുള്ള ഒരവസ്ഥ എത്തി. ഇതെല്ലാം കൂടെ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇനി ഇത് സംഭവിക്കുമ്പം ഒരു കാര്യം കൂടെ നമുക്ക് പറയാതെ വയ്യ, എത്രത്തോളം ഈ സാഹചര്യം ഇതിനെ ഒരു കൈകാര്യം ചെയ്യുന്നതിൽ പൊതുജനം എത്രത്തോളം കരുതൽ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അവരോട് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും ഇത് കറണ്ട് പോകും, അതുകൊണ്ട് എല്ലാവരും കരുതൽ പാലിച്ചുകൊണ്ട് ഈ രീതിയിൽ വേണം കൈകാര്യം ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂടിൽ അങ്ങനെ വലിയ അത്ര എളുപ്പത്തിൽ ഈ കരുതൽ ഈ സീസണിൽ പാലിക്കാൻ കഴിയില്ല. ഒന്ന്, ഇന്ധനത്തിൻ്റെ ദൗർലഭ്യമുള്ളത് കൊണ്ട് തന്നെ മറ്റൊരു തരത്തിൽ അതും കഴിയില്ല. ഇത് അസാധ്യമായ സംഗതിയാണ്. ഇപ്പോൾ നടക്കുന്നത്, ഇപ്പോൾ ഡിക്ലെയർഡ് ആയിട്ടുള്ള ഒരു ലോഡ് ഷെഡിങ് അല്ല നടക്കുന്നത്, അല്ലെങ്കിൽ പവർ കട്ട് അല്ല നടക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് ലോഡ് ഷെഡിങ് ഇല്ലായിരുന്നു എന്നുള്ളതൊരു സത്യം തന്നെയാണ്. അത് സംശയമില്ലാതെ അംഗീകരിക്കേണ്ട വസ്തുതയുമാണ്. അതിന് മുമ്പ് ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്നു. ആ ലോഡ് ഷെഡിങ്ങിന് പല കാരണങ്ങളുണ്ട്. അത് നയപരമായി അങ്ങനെ ഒരു തീരുമാനമെടുത്ത് നടപ്പാക്കിയ ലോഡ് ഷെഡിങ് ആണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. അത് അങ്ങനെയല്ല എന്ന് ഇപ്പോൾ പ്രതിപക്ഷമല്ല, ഇപ്പോൾ നയപരമായി നടപ്പാക്കിയതാണ് എന്ന് സർക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ KSEBയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളൊക്കെ ആരോപിക്കുന്നു. അല്ല, അങ്ങനെയല്ല. ആ കാലത്ത് ലോഡ് ഷെഡിങ് തന്നെ ഈ മട്ടിലുണ്ടായിരുന്നില്ല എന്നുള്ള വാദം അവർ മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ അന്നത്തെയും വസ്തുത നമുക്കറിയാം. മഴക്കാലത്തടക്കം ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഒരു പരിധി വരെ ഇത് നയപരമായ സംഗതി തന്നെയായിരുന്നു എന്ന് നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. കാരണം ഈ വില കുറഞ്ഞ അന്ന് വൈദ്യുതി ലഭിക്കാനുള്ള ദീർഘകാല കരാറുണ്ടായിരുന്നു. ആ കരാർ റദ്ദാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ ലോഡ് ഷെഡിങ് ആവശ്യമായി വന്നത് എന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിൻ്റെ ആരോപണം നിൽക്കുന്നതല്ല. കാരണം അന്ന് വിലക്കുറവുള്ള കരാറുള്ളപ്പോൾ തന്നെ ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തിയിരുന്നു. അതും മഴക്കാലത്തടക്കം ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ അത് നയത്തിൻ്റെ ഭാഗം തന്നെയാണ് ആ കാലത്ത് ഉണ്ടായിരുന്ന ലോഡ് ഷെഡിങ്. ഇപ്പോൾ ഉണ്ടാകുന്നത് അങ്ങനെയല്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആകുന്നതാണ്. അതായത് ഓരോ പ്രദേശത്ത് ഇപ്പോൾ ഒരു 11 kV സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഉണ്ടാകുന്ന ഒരു 4 ഫീഡർ ഉണ്ടെങ്കിൽ ആ 4 ഫീഡറിനും തുല്യമായി വീതിച്ച് നൽകാൻ തക്കവണ്ണം അവിടുത്തെ വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കട്ട് ഓഫ് ആകും. അതായതിനു ശേഷം ഒരു 10-15 മിനിറ്റിന് ശേഷമാണ് ഇത് പ്രവർത്തിച്ച് തുല്യമായി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഓട്ടോമാറ്റിക് സംവിധാനമാണത്. അത് ആ രീതിയിലേ പ്രവർത്തിക്കൂ. അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ SMS അയക്കാമെന്ന് പറയുന്നത്.
SMS അയക്കാമെന്ന്. അത് ഈ നിയന്ത്രണത്തിനുള്ളിൽ നിൽക്കുന്നതല്ല. പ്രത്യേകിച്ച് വൈദ്യുതി ക്ഷാമം ഉള്ളപ്പോൾ ഇത്തരമൊരു പശ്ചാത്തലത്തിൽ അങ്ങനെ ആ നിയന്ത്രണത്തിനുള്ളിൽ നിൽക്കുന്ന സംഗതിയല്ല. അത് തൽക്കാലം ഓഫായി ഓണാകുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, ഇപ്പോൾ കറണ്ട് പോയാൽ 15 മിനിറ്റ് കഴിയുമ്പോഴാണ് കറണ്ട് തിരിച്ചു വരിക. ആ പവർ കട്ട് എന്ന് നമ്മൾ കരുതുന്ന തരത്തിലുള്ള ലോഡ് ഷെഡിങ് ഈ മട്ടിൽ സമാന്തരമായി സംഭവിക്കുന്നുണ്ട്. അത് ഡിക്ലെയർഡ് ലോഡ് ഷെഡിങ് അല്ല. അതിനകത്തൊരു കാര്യം കൂടിയുണ്ട്. ഈ ആളുകൾ വീട്ടിൽ വൈദ്യുതി കണക്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ, നമുക്ക് ഇത്രയാണ് ആവശ്യമുള്ളത്, നമ്മൾ അതിനനുസരിച്ചാണ് നമ്മൾ വൈദ്യുതി കണക്ഷൻ എടുത്തിരിക്കുന്നത്, നമ്മൾ ഇത്രയാണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ധാരണയിലാണ് ആളുകൾ വീട്ടിലേക്കുള്ള കണക്ഷൻ എടുക്കുക. പിന്നെ ഈ കോഷൻ ഡെപ്പോസിറ്റും മറ്റു പല കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ആ സമയത്ത് പലപ്പോഴും ഈ നമ്മുടെ ഈ വീട്ടിൽ ഈ കറണ്ട് കണക്ഷന് വരുന്ന ആളുകളും അതിൻ്റെ ഈ ഇലക്ട്രീഷ്യന്മാരും ഒക്കെ കൂടെ സഹായിച്ചിട്ട് ഇത് പരമാവധി കുറച്ചാണ് പലപ്പോഴും കാണിക്കാറുള്ളത്. ഈ പരമാവധി കുറച്ച് കാണിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം ഏറ്റവും അത് അവസാനം ഇത് അനുഭവിക്കേണ്ടി വരുന്നത് ഇങ്ങനെ ഉള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലൊക്കെ എത്തുമ്പോഴാണ്. എന്താണെന്നറിയോ, ആ പ്രദേശത്ത് വേണ്ട വൈദ്യുതിയുടെ ഒരു പൊതു അളവിനെക്കുറിച്ച് അങ്ങനെയാണ് KCB മനസ്സിലാക്കി വെക്കുക. അതിനനുസരിച്ചാണ് അവിടുത്തെ വൈദ്യുതിയുടെ സപ്ലൈ ഉണ്ടാവുക. പക്ഷേ എന്താണ്, നമ്മൾ ഈ ഡിക്ലെയർ ചെയ്തിരിക്കുന്നതൊന്നും ആയിരിക്കില്ല യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുക. ഈ കോൺട്രാക്റ്റിലുള്ളതിനപ്പുറത്തായിരിക്കും നമ്മളുടെ വൈദ്യുതി ഉപഭോഗം. ആ വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കുന്നതിനനുസരിച്ച് എന്താണ്, സ്വാഭാവികമായും ഇത് ഓഫർ ചെയ്തത് അവർക്ക് തരാൻ പറ്റാതെ വരുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവുകയും ചെയ്യും. ഇതാണ് അവിടെ സമാന്തരമായി സംഭവിക്കുന്നത്. ഇങ്ങനെ സംഭവിക്കാമോ എന്ന് ചോദിച്ചാൽ നമ്മളെപ്പോലെ ഒരു കഴിഞ്ഞ 10 വർഷം വൈദ്യുതി നിയന്ത്രണമേ ഉണ്ടായിരുന്നില്ല എന്ന് മേനി നടിച്ചിരുന്നവരാണ് നമ്മൾ. അത് തുടരാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു വീഴ്ച തന്നെയാണ്. എന്താണ് കാരണം എന്നുള്ളത് ആ മട്ടിൽ കണ്ടെത്തേണ്ടതുമാണ്. ആ തുടരാൻ കഴിയാത്ത സാഹചര്യമുണ്ടോ, ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹരിക്കേണ്ടതാണ്. ഇതിപ്പോൾ മുൻകൂട്ടി തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പരാജയം തന്നെയാണ് സിസ്റ്റത്തിൻ്റെ. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് തിരിച്ചറിഞ്ഞ് പരിഹരിക്കുകയാണ് വേണ്ടത്. കാരണം അത് അങ്ങനെ വെന്തുരുകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുടെ എല്ലാം പൊതു അവസ്ഥ എടുത്ത് പരിശോധിച്ചാൽ ഇവിടുത്തെ അത്രയും ഇപ്പോൾ ഉത്തർപ്രദേശിലടക്കം വൈദ്യുതി ക്ഷാമം നേരിടുന്നുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പവർ കട്ടുണ്ട്, ദീർഘനേരം പവർ കട്ടുണ്ട്, വ്യവസായങ്ങൾക്ക് പവർ ലഭിക്കാത്ത സാഹചര്യമൊക്കെ ഉണ്ടെങ്കിലും ഒരു വീടുകളിലേക്ക് ഇങ്ങനെ എല്ലാ വീടുകളിലും വൈദ്യുതിയുള്ള സംസ്ഥാനമാണ് കേരളം. ഏതാണ്ട് സമ്പൂർണ്ണമായി ആളുകൾക്ക് വൈദ്യുതി ലഭിക്കുന്ന സംസ്ഥാനമാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ചില നിയന്ത്രണങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ നമുക്ക് വല്ലാതെ നമ്മൾ ബുദ്ധിമുട്ടിലാവും. ആ കാര്യത്തെ കണ്ടറിഞ്ഞ് പരിഹരിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും സമാനമായ ഒരു അഭിപ്രായമാണ്. അതിൽ ജനങ്ങളെ കൂടെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയാണ് നമ്മുടെ സാഹചര്യം എന്നുള്ളത്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഇലക്ഷൻ സമയമാണ് ഇത്. അത്രയധികം ഇലക്ഷൻ ചൂടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഏപ്രിൽ മേടമാസ ചൂടുണ്ട്. ഈ ചൂടിനിടയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട ഇവരുടെ LDFൻ്റെ 1-ാം നമ്പർ ക്യാമ്പയിൻ്റെ 1-ാം നമ്പർ കാര്യം എന്നുള്ളത് പവർ കട്ടില്ലാത്ത 10 വർഷം എന്നുള്ളതായിരുന്നു. അങ്ങനെ കേട്ട ഒരു ജനതയ്ക്ക് 15-20 മിനിറ്റോ നിലവിലിവിടെ കറണ്ട് പോകുന്ന അവസ്ഥ വരുമ്പോൾ തീർച്ചയായും അതിനുള്ളതിൽ വലിയ രീതിയിൽ ഉള്ള ഒരു വിമർശനം അവർ ഉന്നയിക്കും എന്നുള്ള ഒരു ബോധ്യം ഇവിടെ ഉള്ളവർക്ക് ഉണ്ടാവണം. അത് KCBക്കായാലും LDFലായാലും അവിടെ ഉള്ളവർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ അവരത് വിശദീകരിക്കാൻ തയ്യാറാവണം ഇവരോട്. ഇങ്ങനെയാണ് ഇവിടുത്തെ സാഹചര്യം എന്നുള്ളത്. അത് കേവലം പത്രത്തിൽ എഴുതിയതുകൊണ്ടോ ഏതെങ്കിലും ഒരു വൈറ്റ് എടുത്തതുകൊണ്ടോ മാത്രം, അല്ലെങ്കിൽ കൊടുത്തതുകൊണ്ടോ മാത്രം അത് അവർക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണെന്ന് തോന്നില്ല. കാരണം പൂർണ്ണമായും സാങ്കേതികപരമായ കാര്യങ്ങളാണ്. അവർ നോക്കുമ്പോഴെന്താ, രാത്രി 7 മണിക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ 7:20 വരുന്നു, അല്ലെങ്കിൽ 10 മണിക്ക് 10:15 കറണ്ട് പോയി കഴിഞ്ഞാൽ 10:30 10:35 വരുന്നു, 11:15 കറണ്ട് പോയി കഴിഞ്ഞാൽ 11:40 വരുന്നു. അപ്പോൾ അതൊരു കൃത്യമായ ഇടവേളയാണ്. അങ്ങനെ നോക്കുമ്പോൾ അവർക്കതൊരു പവർ കട്ടായിട്ട് തന്നെയാണ് അനുഭവപ്പെടുക. പക്ഷേ പവർ കട്ട് എന്നുള്ളത് ഒരു നയപരമായ കാര്യവും ഇത്തരത്തിൽ ലോഡ് റെസ്ട്രിക്ഷനോ അല്ലെങ്കിൽ പീക്ക് ലോഡ് മാനേജ്മെൻറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ എന്തു പറയും, കൂടുതൽ ഡെക്കറേഷനൊന്നും വേണ്ട, ഇത് പവർ കട്ടാണ് എന്ന് അവർ പറയും. അത് പറയാൻ ഇടയാക്കുന്ന ഒരു കാര്യം എന്നുള്ളത് നമ്മുടെ ഇത്തരം പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ അവരെ ബോധ്യപ്പെടുത്താത്തതുകൊണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇത്രയധികം ചൂട്, പശ്ചിമേഷ്യൻ സംഘർഷം, അതുമാത്രവുമല്ല വേനൽ മഴ തീരെ കിട്ടിയില്ല. നമ്മൾക്ക് പ്രതീക്ഷിച്ച അത്ര പോലെ പോയിട്ട് അതിൻ്റെ 7 അയലത്ത് പോലും വേനൽ മഴ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മെയ് പകുതി വരെയെങ്കിലും ഈ അവസ്ഥയിൽ പോകാം എന്ന് വിചാരിച്ചെടുത്താണ് ഇത്രയും അധികം പാളിച്ചകൾ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടുള്ള സ്വാപ്പ് കരാറിനുള്ള കാലാവധി കഴിഞ്ഞിരുന്നു. പക്ഷെ അത് ഇലക്ഷൻ ചൂടിൽ ഇങ്ങനെ ഒരു ചൂട് വരും എന്നുള്ളതിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് അത്തരത്തിൽ ആ കരാർ പുതുക്കാനോ റെഗുലേറ്ററി കമ്മീഷനുമായി ആലോചിച്ച് മറ്റ് കാര്യങ്ങൾ കരുതലുകൾ സ്വീകരിക്കുന്നതിലോ ഒരു വീഴ്ച ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിനെ മറികടക്കാനുള്ളൊരു ശ്രമം ഇവിടെ നടത്തണം. അതിനു പകരം
നിങ്ങൾ ഈ പീക്ക് സമയങ്ങളിൽ നിങ്ങൾ കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും നിങ്ങളുടെ പ്രാദേശിക ഇടങ്ങളിൽ, ഇതിപ്പോൾ സംസ്ഥാനത്ത് മൊത്തം കറണ്ട് പോകുന്നതിനാണല്ലോ നമ്മൾ പവർ കട്ട് എന്ന് പറയുന്നത്, പക്ഷേ പ്രാദേശികമായുള്ള യൂണിറ്റുകളാണല്ലോ ഇവർ തീരുമാനിക്കുകയാണല്ലോ ഇവിടെ ഇന്ന സമയത്ത് ഇത്രയധികം, ഈ പറയുന്നത് പോലെ യൂണിഫോം ആയിട്ടുള്ള വിതരണത്തിനിടയിൽ അത്രയധികം കറണ്ടിൻ്റെ ഉപഭോഗം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ ട്രാൻസ്ഫോമറിനെ അത് ബാധിക്കുക, അത് കത്തിപ്പോകാൻ ഇടയാകുകയും ചെയ്യും. അതിൻ്റെ കൂളിംഗ് ടൈം എന്ന നിലയ്ക്ക് ഇത്ര സമയം ഇത് പോകും, കറണ്ട് പോകും എന്നുള്ളത് ഭയങ്കര ലോജിക്കായിട്ടുള്ള ഒരു വിശദീകരണമാണ്. പക്ഷെ അത് അവരിലേക്ക് എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അതിലും വീഴ്ച വന്നിരിക്കുന്നു. അപ്പോൾ രണ്ട് വീഴ്ചകളാണ്. ഒന്നിത് മുൻകൂട്ടി കാണുക എന്നുള്ളത്, മുൻകൂട്ടി കാണുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. മുൻകൂട്ടി കാണുന്നതിൽ അത്തരം ദീർഘവീക്ഷണമുണ്ട്, ഇവർ ദീർഘവീക്ഷണം ഇല്ലായ്മ ഉണ്ടായിട്ടുണ്ട്. അത് മുൻകൂട്ടി അതിനുള്ള കരുതൽ ശേഖരം ഇവിടെ ഉണ്ടാക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കരുതൽ ശേഖരം ഉണ്ടാക്കിയാൽ തന്നെയും ഈ പറയുന്നത് പോലെ മറ്റൊരു പ്രശ്നം അനുഭവപ്പെടുന്നത് ഈ ലോഡ് റെസ്ട്രിക്ഷൻ തന്നെയാണ്. കാരണം അത്രയും അധികം ഉപഭോഗമാണല്ലോ ഇവിടെ നടക്കുന്നത്. ഇത്രയധികം ചൂടിൽ അവർക്ക് ഉപയോഗിക്കാതിരിക്കാൻ വേറെ നിവൃത്തിയില്ല. ഇനി കരുതൽ ശേഖരം KSEBക്ക് വൈദ്യുതി കരുതൽ ശേഖരം ഇവിടെ ഉണ്ട് എന്നെങ്കിൽ പോലും അത് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ പീക്ക് ടൈമിൽ ഈ ട്രാൻസ്ഫോമറുകൾ കത്തിപ്പോകും. അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം, ആരാണ് ഈ ട്രാൻസ്ഫോമറുകൾ അങ്ങനെയെങ്കിൽ ഇതിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കേണ്ടത്? അതും KSEB തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഈ രണ്ടും പരസ്പര പൂരകമായി നിൽക്കുന്ന ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ അത് മാനേജ് ചെയ്യുന്നതിൽ മുൻ വർഷങ്ങളെ സംബന്ധിച്ച് ഈ വർഷം ഒരു വീഴ്ച വന്നിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് അംഗീകരിക്കാതിരിക്കാൻ കഴിയുകയില്ല. ഇപ്പോൾ 2024 വലിയ തോതിൽ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ വളരെ വിജയകരമായ രീതിയിൽ ഇവിടെ പരിഹരിച്ചു പോകുന്ന ഒരു നിലയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഹർഷനേട്ടൻ പറഞ്ഞതുപോലെ 10 വർഷം പവർ കട്ടില്ലാത്ത കേരളം എന്ന് പറയുന്നതിനോ അതിൽ മേനി എടുക്കുന്നതിനോ ഭാവിക്കുന്നതിനോ വലിയ കുറ്റമൊന്നുമില്ല. അങ്ങനെ തന്നെയായിരുന്നു, അതിലൊരു സംശയവുമില്ല. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഇവിടെ പവർ കട്ട് ഉണ്ടാവുന്നുണ്ട് എന്നുകൂടി അതിൻ്റെ കൂട്ടത്തിൽ പറയാൻ നമുക്കാവണം. അത് പറയുന്നത് മാത്രമല്ല, അങ്ങനെ പറയുക മാത്രമല്ല, അത് ഇന്നതുകൊണ്ടാണ് എന്നുള്ളതും കൂടെ ജനങ്ങളോട് പറയണം. അങ്ങനെയെങ്കിൽ ഇത്രയധികം വിമർശനങ്ങൾ വരികയില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ആളുകളാണല്ലോ നമുക്ക് ചുറ്റുമുള്ളത്. കാരണം ഇത് ഇപ്പോൾ ഹോർമൂസ് അടച്ചതുകൊണ്ടാണ് നമുക്കിവിടെ ഗ്യാസ് കിട്ടാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പോലും ആളുകൾ ഇപ്പോൾ ലോക പൊളിറ്റിക്സ് വരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മളുടെ അടുക്കളയിലുള്ള അമ്മമാരടക്കം, അതിലും താഴെ അതിലും പ്രായമായ ആളുകളടക്കം ഹോർമൂസിന് ഒരു വലിയ പ്രാധാന്യമുണ്ട് നമ്മളുടെ അടുപ്പെരിയുന്നതിൽ എന്ന് അവർക്ക് മനസ്സിലായിരിക്കുന്നു. അപ്പോൾ അതെ, ഞങ്ങൾ ഇലക്ട്രിക് അടുപ്പാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, അതിൻ്റെ സാഹചര്യം ഇതാണ്. അപ്പോൾ അതുകൂടി ഇത് കണക്റ്റഡാണ്. ഇതെല്ലാം കൂടെ ഒരു വരിയിൽ നിരയിൽ ഇങ്ങനെ കിട്ടിപ്പോകുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് അവർക്കടക്കം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ സാഹചര്യത്തെ അങ്ങനെയെങ്കിലും പറഞ്ഞൊന്ന് വിശദീകരിച്ച് കഴിഞ്ഞാൽ ഇത്രയധികം വിമർശനം വരികയില്ലായിരുന്നു. മുഖ്യമന്ത്രിയുടെ തന്നെ പല വാക്കുകളും കടമെടുത്തുകൊണ്ടാണ് സർക്കാരിനെ ചീത്ത വിളിക്കുന്നത്, KSEBയെ ചീത്ത വിളിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അത് കൃത്യമായി വിശദീകരിക്കാമായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി ഹർഷൻ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ എല്ലാ പ്രതിസന്ധികളും ഉണ്ട്. മുൻപേ അതിജീവിച്ച ഈ പ്രതിസന്ധികൾ ഈ വർഷം, ഈ മാസം, ഈ ഏപ്രിലിൽ അത് അതിജയിക്കാനുള്ള ഒരു ദീർഘവീക്ഷണം ഇവിടെ ഇത്തവണ ഇല്ലാതെ പോയിട്ടുണ്ട്. അതൊരു വീഴ്ച തന്നെയാണ്. അതിൻ്റെ ഭാഗമായി ഇത്രയും അധികം ഈ സമയങ്ങളിൽ കറണ്ട് പോകുന്നുണ്ട്. അത് കൃത്യമായി ജനങ്ങളോട് പറയണം എന്നുള്ളത് മാത്രമാണ് അതിൽ ഇനി വേറെ എന്തെങ്കിലും ചെയ്യാനുള്ള കാര്യം. മറ്റെന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. വേനൽ ചൂട് ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗവും കുതിച്ചുയർന്നിരിക്കുകയാണ്. പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറമുള്ള വൈദ്യുതി ആവശ്യകതയാണ് കേരളത്തിൽ നിലവിലുള്ളത്. ഇപ്പോഴുണ്ടായ താത്കാലിക പ്രതിസന്ധി തരണം ചെയ്യാൻ വൈകുന്നേരം 6-നും രാത്രി 11-നും ഇടയിൽ വൈദ്യുതി ഉപയോഗം കുറച്ച് സഹകരിക്കാൻ KSEB നമ്മൾ ഓരോരുത്തരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇൻഡക്ഷൻ കുക്കർ, വാട്ടർ ഹീറ്റർ, AC, വാഷിംഗ് മെഷീൻ തുടങ്ങി വൈദ്യുതി അധികമായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ഉപയോഗവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രതിസന്ധികൾക്കിടയെ ഉയർന്ന നിരക്കിലാണെങ്കിലും വൈദ്യുതി വാങ്ങാൻ KSEBക്ക് അനുമതി ലഭിച്ചത് വലിയ ആശ്വാസമായിട്ടുണ്ട്. അനുമതി ലഭിച്ചതോടെ നിലവിലെ പ്രതിസന്ധി മറികടക്കാമെന്നാണ് KSEB ഉറച്ചു വിശ്വസിക്കുന്നത്. എന്നാൽ രാജ്യത്താകെ വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാണ് എന്ന സാഹചര്യം നിലനിൽക്കെ കൂടുതൽ വൈദ്യുതി എത്രത്തോളം ലഭ്യമാകുമെന്നത് KSEBക്ക് മുന്നിലെ വെല്ലുവിളിയായി തുടരുകയാണ്. ഇതിനുകൂടി പരിഹാരം കണ്ടെത്തി വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തിനാവശ്യമായ വൈദ്യുതി KSEBക്ക് ലഭ്യമാക്കാൻ സാധിക്കുമെന്ന് നമുക്ക് കരുതാം. കൂടാതെ അനാവശ്യ ഉപയോഗം കുറച്ച് നമ്മൾ ഓരോരുത്തരും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ KSEB നടത്തുന്ന ശ്രമങ്ങൾക്ക് പിന്തുണ നൽകേണ്ടതുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഒരിടവേള.